അവിടുന്ന് എഴുന്നേക്കടാ. അല്ല അല്ല വിവരം ഉണ്ടോടാ നിനക്ക്? അല്ല ഞാൻ എന്തിട്ടാ ചെയ്തേ ചേട്ടാ? നീ എന്റെ 3 ആൾക്കാരെ കൊന്നു തള്ളിയില്ലേ? ചേട്ടാ ഞാൻ എന്റെ മേലെ ആണായിട്ട് പറയാ. ഞാൻ ഷൂട്ട് ചെയ്ത് കൊണ്ടൊന്നും ചേട്ടന്റെ ആൾക്കാർക്ക് ഒന്നും പറ്റിയിട്ടില്ല. രാഗണിന്റെ ടീമാണ് ചേട്ടന്റെ ആൾക്കാരെ ഷൂട്ട് ചെയ്തേ. ഞാൻ അവരുടെ ആൾക്കാരല്ലേ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് തള്ളിയേ. ഇത് നോക്ക് ഇൻസ്പെക്ടറെ, വെറുതെ നിങ്ങൾ ഓരോ ബെഡായി പറയണ്ട. വന്ന കാര്യം എന്താന്ന് വെച്ച് പറഞ്ഞിട്ട് പോവാൻ നോക്ക്, മനസ്സിലായോ? കണ്ട ചേട്ടാ, പുള്ളിക്കാരൻ എന്നെ പറയണ കേട്ടില്ലേ? ചേട്ടാ കമ്മീഷണർ നിങ്ങളുടെ രണ്ടുപേരുടെ ടീമിന്റെ പുറത്തൊരു നോട്ടം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ തമ്മിൽ അടിച്ച് ചാവണമെന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ഇത് മിനിസ്റ്ററിന്റെ ലെവല് വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസേ നിങ്ങളുടെ ആളുകളിൽ ഒരാളെ തലങ്ങും വിലങ്ങുമായിട്ട് വെട്ടിക്കളഞ്ഞതല്ലേ ഈ അർജുനൻ? അവനെ ഞാൻ എൻകൗണ്ടർ ചെയ്ത് തട്ടിക്കളഞ്ഞ ചേട്ടാ. ചേട്ടാ ഞാൻ ജോലി ചെയ്യണത് ചേട്ടന് വേണ്ടിയല്ലേ ചേട്ടാ. ക്യാപ്റ്റൻ, ശരി ശരി, സ്ഥലം വിട്. ശരി ശരി. അയ്യോ വരട്ടെ ചേട്ടാ. പറയണ കേക്ക് ചേട്ടാ. ചേട്ടന്റെ 4 ആളുകളെ തട്ടിക്കളഞ്ഞില്ലേ ആ അർജുനൻ? അവനെ തന്നെ ചേട്ടാ ഞാൻ എൻകൗണ്ടർ ചെയ്തേ. എടാ പോലീസേ, ഇതെല്ലാം ഞങ്ങള് വിശ്വസിക്കണോ? അല്ല അല്ല മാഡം, അത് നീ പിന്നെ എച്ചില് തിന്നുന്ന ഒരു നായയാണെന്ന് എനിക്കറിയാം. നീ ചവറ് കുനയെന്നും കഴിക്കും, സ്വർണ്ണ പാത്രത്തിലും കഴിക്കും. മാഡം പിന്നെ നായകൾക്ക് 1000 ഇനങ്ങളുണ്ടെങ്കിലും സ്വഭാവം ഒന്നാ നിന്റേത് തന്നെ. അത് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്ന് നീ വാലാട്ടിയ എന്റെ ആളുകളെ ഷൂട്ട് ചെയ്ത് നീ കൊന്നില്ലേ? നിന്നെ പോലെ നന്ദിയില്ലാത്ത ജന്മങ്ങള് ഈ ലോകത്ത് ജീവനോടെ ഇരിക്കാൻ പാടില്ല. നിന്നെ പോലത്തെ കള്ളന്മാർക്ക് നിന്റെ മരണം ഒരു നല്ല പാഠമായി എന്ന് ഓർമ്മയിരിക്കട്ടെ. ചേട്ടാ 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 ഒന്ന് പറഞ്ഞു കൊടുക്ക് ചേട്ടാ. ഞാൻ അകരത്ത് വൃത്തികെട്ടവനല്ലെന്ന് ചേട്ടാ പറഞ്ഞു കൊടുക്ക് ചേട്ടാ. എനിക്ക് അവൾ എപ്പോഴും സത്യത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും. തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കില്ല, തലയെടുക്കും. ചേട്ടാ മനുഷ്യരല്ലേ ചേട്ടാ, എന്തെങ്കിലൊക്കെ തെറ്റ് ചെയ്തു പക്ഷെ പോയാ. അവള് മനുഷ്യല്ല, കാളിയാണ്, മഹാകാളി. കൃഷ്ണ, ആ ചെല്ല് ചെല്ല്. ശരി ചേട്ടാ. ആ മതി മതി, ചെല്ല്. അയ്യോ മോളെ ചേട്ടാ എന്റെ നോക്ക്. ശരി ശരി. അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ഇതാ നോക്ക്, ഒരു PC MLA തല്ലിയതിന് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി. നമ്മൾ ഇവനെ വിട്ടാലും അവര് വിടുവോ? നമ്മൾ ആരെ കൊന്നാലും ആ കൊല ചെയ്ത കുറ്റം നമ്മുടെ മീതെ വരാൻ പാടില്ല. നീ ഇത്ര പെട്ടെന്ന് കോംപ്രമൈസിന് വരുമെന്ന് ഞങ്ങള് തീരെ പ്രതീക്ഷിച്ചില്ല ജെക്കെ. ജീവനിൽ കൊതിയുള്ളവർ എല്ലാം സമ്മതിച്ചു തരിക തന്നെ വേണം. ഇല്ലെങ്കിൽ കഥ തീർന്നു കിട്ടും. കറക്റ്റ് അല്ലേ ബ്രദർ? അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ജീവൻ മുഖ്യമല്ല, യുദ്ധത്തിൽ ജയിക്കുന്നതാണ് മുഖ്യം. തോക്കുന്ന നായയെ പോലും എന്റെ വീട്ടിലെവിടെയും കെട്ടിയിടാറില്ല. ഗോട്ട് ഇറ്റ്? നോക്ക്, നമുക്ക് രണ്ടുപേർക്കും നടുവില് ആ പോലീസുകാർ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. എന്റെ വഴിയില് നിങ്ങൾ വരാൻ പാടില്ല. ഏയ്, ആജ്ഞാപിക്കൊന്നും വേണ്ട, അടങ്ങിയിരുന്നോ. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കില്ല. അത് നീ മനസ്സിലാക്കി നിനക്ക് വേറെ വഴി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ രണ്ടുപേരും ഒന്നാണ്. പന്നികളുടെ കൂടെ എപ്പോഴും സിംഹം ഒരിക്കലും ചേരില്ല. ഒരു കാര്യം ഓർമ്മ വെച്ചോ, സിംഹത്തെ വേട്ടയാടാനും ഒരു വേട്ടക്കാരൻ വരും. അവൻ യമന്റെ രൂപത്തിലാണോ വരുന്നത് അല്ലെങ്കിൽ ഈ ജികെയുടെ രൂപത്തിലാണോ വരുന്നതെന്ന് ആർക്കും അറിയില്ല. കാലൻ എന്റെ മുമ്പിൽ വന്നിരുന്ന ഞാൻ നമസ്കരിക്കും. എന്നാൽ നീ എന്റെ മുമ്പിൽ വന്നിരുന്ന നിന്റെ തല വെട്ടി എന്റെ ചേട്ടന്റെ കാൽക്കൽ ഞാൻ വെക്കും. നോക്ക്, ഞാനൊരു നല്ലവനല്ല. ഇവളും അത്ര നല്ലവളല്ല. അപ്പൊ ഈ കളി ഇവിടെ നിൽക്കില്ലല്ലേ? നിൽക്കും. നിന്റെ ശബ്ദം പൊങ്ങാതെ ഇരുന്നാൽ. ഓ, GK is cool now. GK is very cool. I am cool.
രാഗിണി, ഇനി ഞങ്ങൾ ചെയ്യുന്നതിലൊന്നും നിങ്ങൾ തലയിടാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്നതിലൊന്നും ഞങ്ങൾ ഇടപെടില്ല. ഓക്കെ? സോ ഇന്നു മുതൽ ഫ്രം ടുഡേ നോ എനിമിറ്റി, ഓൾ യൂണിറ്റി. Am I right, രാഗിണി? Okay, let's go. Cool. Hey, oh, celebrate. Yahoo! This calls for celebration. മൈ ഡിയർ ഫ്രണ്ട്സ്, പാർട്ടിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തല്ലോ. സൂപ്പർ. Enjoy. ഇനി എന്ത് ഡീൽ വന്നാലും നമ്മളത് ഒരുമിച്ച് നടത്തും. ഓക്കെ? Yeah, okay, പക്ക. നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനല്ലെന്ന് തെളിയിച്ചു. ആഹാ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആൾക്കാരെ നീ നിന്നോടൊപ്പം ചേർത്തിരിക്കുന്നു. നീ ഒരു നല്ലവനല്ലെന്ന് എനിക്കറിയാം. എന്റെ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഡീലിന് വന്നത്. സമ്മതിച്ചല്ലേ? 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 ഏയ്, क्या देखिए? मत डालो साले को. ഏയ്, मत ഏയ്, डालो. ഏയ്. വേഗം പോവാൻ. പറയുന്നത് കേൾക്ക് മോളെ, വേഗം പോ. വേണ്ട. ചേട്ടാ
ഒരു കോട്ട എടുത്തിട്ട് വാടാ. ചേട്ടാ ഇപ്പൊ തന്നെ കൂടുതലായില്ലേ? കൂടുതല് നിനക്കെന്താടാ? കുടിക്കണൊക്കെ എന്റെ ഇഷ്ടം, നീ പോയി എടുത്തിട്ട് വാടാ. ഇങ്ങനെ കുടിച്ച കരല് പഠിച്ചേട്ടാ. ഞാൻ ആരെന്നറിയോ നിനക്ക്? സ്റ്റീൽ ബോഡിയാടാ. എത്ര കുടിച്ചാലും ഈ ബോഡിയിൽ ഒന്നും ഏക്കില്ല. ഒരു ക്വാർട്ടറിലടാ കുടിച്ച, ഞാനെന്തിനാ എത്ര സീനാക്കുന്ന? പോയി കൊണ്ടുപോടാ. ശരി കൊണ്ടുവരാം. ആ പിസ്ത സുമാക്കിറ സോമാരി ജമാക്കിറ സാധനം ചിപ്സും. ആ അടിപൊളി ആ ഉമ്മ. എന്തെങ്കിലും ചെയ്യ്. ആ പോകുന്നിടത്ത് കാണാട്ടാ. ഉമ്മ നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചാ ഉടഞ്ഞു പോവും, അതുകൊണ്ട് പതുക്കെ തുറക്കണം. അങ്ങോട്ട് തിരി, അതാ നിനക്ക് നല്ലത്. എടാ ഞാൻ സൂപ്പറാ അല്ലേ, എല്ലാരും കേക്കുന്നുണ്ട്. അയ്യോ ബോട്ടിൽ അടിച്ച് ഫിറ്റ് ആണെന്ന് തോന്നുന്നു, ദൈവമേ രക്ഷിക്കണേ. എല്ലാ കുടിയന്മാരും കേട്ടോ, ഞാനിപ്പോ എന്ത് ട്രാക്ടറിലാണ് വീട്ടിൽ പോകാൻ പോകുന്നത്. ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എന്റെ കൂടെ വന്നോ, ആരെങ്കിലും വരണമെങ്കിൽ വാന്നേ. ഞാൻ വരടാ, ഞാൻ വരാം. നീ ഏത് സാധനത്തിലാണ് പോണേ? ട്രാക്ടറില്. എടാ വിവരം ഉണ്ടോടാ നിനക്ക്? അവൻ കുടിച്ചിട്ട് ട്രാക്ടറിൽ ഇരുന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത അത് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്റെ ട്രാക്ടറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നളെ ഞാൻ. ഇരിക്കണ അവിടെ ഇരിക്ക്. എന്റെ ട്രാക്ടറിൽ വരുമോ വരില്ലേ? ഇല്ല, ഞാൻ വരില്ല. വരില്ല അല്ലേ? ഇറങ്ങിപ്പോടാ കുടിയന്മാരെ. ഇനി ആരെങ്കിലും എന്റെ ട്രാക്ടറിൽ ലിഫ്റ്റ് വേണമെന്ന് ചോദിക്കടാ, അപ്പൊ കാണിച്ചേരാ എല്ലാത്തിനും. നിങ്ങളെ ട്രാക്ടറിലേക്ക് വിളിച്ച് എന്താ തന്നെ പറയണോടാ? തെറ്റായിപ്പോയിടാ കുടിയടാ. ചുമ്മാ വായ നോക്കൊണ്ടിരിക്കണമാർക്ക് കുടിക്കാൻ വന്നിട്ട് കുടിച്ച് കൂത്താറിന് എനിക്കൊരു വിലയില്ലേ? എടാ മച്ചാനെ, ഇതാടാ ടിപ്പ്. വണ്ടി എടുക്കാൻ